കേരളത്തെ ഞെട്ടിച്ച ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ഇതോടെ മലയോര ഖനന മേഖലകളിൽ താമസിക്കുന്നവർ ഭീതിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ലാഹ, പെരുന്നാട്, നരിപ്പാറ മല വനമേഖലകളിലെ ഖനനം ആയിരക്കണക്കിന് ആളുകളെയാണ് ആശങ്കയിലാക്കുന്നത്. പത്തനംതിട്ട പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ നരിപ്പാറ മലയിലാണ് ഡെൽറ്റ അഗ്രിഗേറ്റ്സ് ആൻഡ് സാൻഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ ക്വാറി പ്രവർത്തിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന പരിസ്ഥിതി ലോല മേഖലയിലാണ് അധികൃതരുടെ അംഗീകാരത്തോടെ ഖനനം. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ അതീവ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ പ്രദേശം. പെരിയാർ നാഷണൽ പാർക്കിന് കീഴിലുള്ള ഈ പ്രദേശം പ്രകൃതി ദുരന്ത സാധ്യതയുള്ളതും 2021 ഉരുൾപൊട്ടിയ സ്ഥലവുമാണ്. യഥാർത്ഥത്തിൽ ഇത് യുനെസ്കോ അംഗീകരിച്ച ലോക പൈതൃക സങ്കേതത്തിലൊന്നാണ്. അതിൽ തന്നെ ലോകത്ത് സംരക്ഷിക്കപ്പെടേണ്ട അതീവ ജൈവ വൈവിധ്യ മേഖലയാണ്. അതിൽ 8 ഹോട്ട്സ്പോട്ടിൽ ഒന്നാണ്. ലോകത്തെ തന്നെ സംരക്ഷിക്കപ്പെടാൻ ലോകം അംഗീകരിച്ച, യുനെസ്കോ അംഗീകരിച്ച 8 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടവും. അതിൽ തന്നെ അതിൻ്റെ തെക്കുള്ളതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് ഈ നരിപ്പാറ മലയടക്കമുള്ള പ്രശ്നങ്ങൾ. ക്വാറിയിൽ നിന്നും കാരിക്കയം ഡാമിലേക്ക് 2 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളിൽ അനിശ്ചിതത്വവും നേരിടുന്ന മണിയാർ ഡാമിലേക്കുള്ള ദൂരം വെറും 5 കിലോമീറ്ററിൽ താഴെ. സ്വാഭാവികമായുള്ള ക്വാറി സ്ഫോടനങ്ങൾ മൂലം കാലപ്പഴക്കമില്ലാത്ത ഈ മലനിരകളിൽ ഏത് നിമിഷവും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മേഘവിസ്ഫോടനം, മലയിടിച്ചിൽ, ഭൂചലനം, പൈപ്പിംഗ് പ്രതിഭാസം എന്നിവയ്ക്കും ഇവിടെ മുന്നറിയിപ്പുണ്ട്. ഡാം, അയ്യപ്പ ഡാം, അതോടൊപ്പം പെരുന്നാട് ഇലക്ട്രിക്കൽ ഡാം, അങ്ങനെ 4 ഡാമുകളുടെ മധ്യഭാഗത്താണ് ഈ ക്വാറി ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ അതിന് നേരെ എതിർ സൈഡിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് ആ ഭാഗത്തുള്ള താമസക്കാർ മൊത്തം മാറിപ്പോയി. അവരിപ്പോൾ ലാഹ ജംഗ്ഷനിലോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. മലയെ സംബന്ധിച്ചിടത്തോളം ആ മല തുറന്നു വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ സ്വാഭാവികമായും ഇടിയും എന്നുള്ളതിന് ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ ആവശ്യമില്ല. ഏതൊരു സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ആർജിക്കാൻ കഴിയുന്ന ഒരു കഴിവ് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാമിൻ്റെ മോൾ ഭാഗത്ത് ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ, ഇത് വലിയ വിസ്ഫോടനങ്ങളാണല്ലോ, പാറ പൊട്ടിക്കുക എന്ന് പറയുന്നത് വലിയ വിസ്ഫോടനങ്ങളാണ്. അപ്പോൾ അത്രയും മാരകശേഷി ഉള്ള സ്ഫോടനങ്ങളുടെ ഭാഗമായിട്ട് ഭൂമിക്കുണ്ടാകുന്ന വിള്ളലുകൾ താഴെയുള്ള ഡാമുകളെ ബാധിക്കും. ദിവസേന 3 സമയക്രമങ്ങളിലാണ് ക്വാറിയിൽ സ്ഫോടനമുണ്ടാകുക. 100ഓളം വീടുകൾ സമീപ പ്രദേശത്തുണ്ട്. കടുത്ത പ്രകമ്പനങ്ങളാണ് സ്ഫോടന സമയത്ത് നേരിടേണ്ടി വരുന്നതെന്ന് ഇവർ പറയുന്നു. പാറമടയുടെ പ്രവർത്തനം ആരംഭിച്ച 1 വർഷമാകുമ്പോൾ അളവിൽ കൂടുതൽ ലോഡുകൾ കൊണ്ടുപോകുന്നതായും പരാതിയുണ്ട്. ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാനായിരുന്നു പ്രതികരണം. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആ വഴിയും അടഞ്ഞിരിക്കുകയാണെന്ന് ഇവർ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.